ഹായ് ഗൈസ്, വെൽക്കം ടു ജഹാന ജബ്ബാർ ഫറഷ വ്ലോഗ്സ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ എയ്റ്റിനിടെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതിന് ഞാൻ എന്തിനാ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കണേന്നല്ലേ, ഇൻട്രോ ഇടാൻ വേറെ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചുള്ള വീഡിയോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ വ്ലോഗ്സൊക്കെ പണ്ട് മുതലേ കാണുന്നവരാണ്, നിങ്ങൾക്കറിയാവുന്ന കേസാണ്. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ പാൽച്ചായ വേണം. പാൽച്ചായ കുടിച്ചില്ലെങ്കിൽ എൻ്റെ ദിവസമേ പോയി. അങ്ങനെ രാവിലെ പാൽച്ചായ കുടിച്ചു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുട്ടും ഇറച്ചിയായിരുന്നു. അപ്പം എന്നെപ്പോലുള്ളവരുണ്ടായി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് അവസാനത്തെ ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കല്. അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മി കറിയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുക്കർ എടുത്തിട്ട് കുക്കറിലിട്ട് മസാല പുട്ട് പോലെ ആക്കിയെടുത്ത് ആ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പുട്ട് അങ്ങനെ ആക്കിയെടുത്ത്. പിന്നെ ബീഫ് റോസ്റ്റും ഉണ്ടായി, പിന്നെ ബീഫ് കറിയും ഉണ്ടായി. പിന്നെ വലിയ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയാം. അപ്പം രാവിലത്തെ ഫുഡ് അങ്ങനെ കഴിഞ്ഞ് ബീഫ് റോസ്റ്റും ബീഫ് കറി പുട്ടും മസാലപ്പുട്ടും അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് നമുക്ക് ചോറായിരുന്നു. പിന്നെ എൻ്റെ കറികളിൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കറിയാണ് ചക്കക്കുരു കറി. എന്നും ഈ ചക്ക സീസൺ ആകുമ്പോൾ എനിക്ക് ചക്കക്കുരു കറി ഇഷ്ടമല്ല, ബിക്കോസ് എല്ലാ ദിവസവും ഈ ചക്കക്കുരു കറി ഉണ്ടാക്കും. അല്ലാത്തപ്പോൾ എനിക്ക് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കുമ്പോൾ ചക്കക്കുരു കറി നല്ല ഇഷ്ടമാണ്. സാധാരണ ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, രാത്രിത്തെ ഉച്ചക്കത്തെ ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷെ ഇന്നെല്ലാം എൻ്റെ ഫേവറേറ്റ് ഫുഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വാട്ടർ എയ്റ്റിനിടെ എടുക്കാമെന്ന്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മുട്ട പൊരിച്ചതാണ് കേട്ടോ ഗൈസ്. നമ്മളെ വീട്ടിൽ മുട്ട പൊരിക്കുമ്പോൾ കറുത്തിരിക്കും, ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് മുളക് പൊടിയൊക്കെ ഇടണം. പക്ഷേ ഞാൻ പൊരിച്ചപ്പോൾ കുറച്ച് പാളിപ്പോയി, പൊടിഞ്ഞൊക്കെ പോയി. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചെമ്മീൻ റോസ്റ്റ്. എത്ര പേരുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കലുണ്ട്. ഉമ്മി ചമ്മന്തി വെക്കില്ല പതിവ്, പക്ഷെ ഞാനിങ്ങനെ എപ്പോഴും ഇവിടെ നിൽക്കാനൊക്കെ വരുമ്പോൾ ഉണക്ക ചെമ്മീൻ എടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യും. പിന്നെ പപ്പടവും ഉണ്ടായി. കറി നിറഞ്ഞിട്ട് ചോറ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അച്ചാറുണ്ടായിട്ടു ഗീസ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇപ്പം പിന്നെ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് കുറേ അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പാൽച്ചായ. എനിക്ക് വൈകുന്നേരം രാവിലെയും പാൽച്ചായ മസ്റ്റാണ്. ഹോസ്റ്റലാണല്ലോ എവിടെയാണെങ്കിലും ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിലും പാൽച്ചായ കുടിക്കും. വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വൈകുന്നേരം സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കലാണെങ്കിൽ ഞാൻ കോഫിയാണ് ഉണ്ടാക്കൽ. ഹോസ്റ്റലിൽ നമുക്ക് അങ്ങനെ മടിയായതുകൊണ്ട് നമ്മളങ്ങനെ ഉണ്ടാക്കില്ല. വേണമെങ്കിൽ ഉണ്ടാക്കാട്ടോ ഗൈസ്. ഹോസ്റ്റലിൽ നമുക്ക് എന്ത് കിച്ചണിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. എപ്പോഴും അല്ലെങ്കിലും ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള മാഗി അങ്ങനെ ഇതിനൊക്കെ ഉണ്ടാക്കാം. പക്ഷേ മടി ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല. വീട്ടിലപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ കോഫിയാണ് കുടിച്ചത്, സ്വന്തമായി എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ കോഫി. അത് കഴിഞ്ഞ് ഒരു പത്തിരി കഴിച്ച്. ഇതിന് നമ്മൾ ഇവിടെ പത്തിരി എന്നാണ് പറയണത്. ഓരോ സൈഡിൽ ഓരോ പേരായിരിക്കും. ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയണതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഓരോ ഡിസ്ട്രിക്ട്സിലുള്ള ഒരു കാലാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ മലപ്പുറം, വയനാട്, അപ്പോൾ ഓരോ നാട്ടിൽ ഓരോരോ പേര്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവണം എന്നില്ല. പിന്നെ ഇത് ഞങ്ങൾ കൊച്ചിക്കാരുടെ വികാരമായ ഇറച്ചിച്ചോറാണ്. ഇതൊക്കെ ഞാൻ മലപ്പുറം സൈഡിൽ ചെന്ന് അവരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഇതൊന്നും അറിയാൻ പോലും പാടില്ല. കൂടുതൽ കൊച്ചി സൈഡിലാണ് ഈ ഫുഡ് ഉള്ളത്. ഇത് സാധാ ചോറും ബിരിയാണി പോലെ ആക്കി വെക്കണേനാണ് ഇറച്ചിച്ചോറെന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് ചിക്കൻ ആയിട്ട് ഇത് വെക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നല്ലതായിട്ട് ചിക്കൻ വെച്ച് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ബീഫ് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റാണ് ഗൈസ്. അങ്ങനെ അതും കുറച്ച് പപ്പടവും കുറച്ച് അച്ചാറും കുറച്ച് കച്ചമ്പറും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് കഴിക്കാത്തവർ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇന്നത്തെ വാട്ടർ എയ്റ്റിനിടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.